ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന വെറും 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് എങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. കാരണം ഇത് വറ്റി കുറുകിച്ചൊക്കെ എടുക്കണ്ടല്ലോ പാല്, അപ്പോൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കുന്നുണ്ട് പറയുന്നു. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല, കൂടുതലൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാലെടുക്കുമ്പോൾ എപ്പോഴും മിൽക്ക് മെയ്ഡിൽ പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എങ്കിലേ നമുക്ക് ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊന്നും ചേർക്കാതെ നല്ലൊരു യെലോയിഷ് കളറിൽ കിട്ടുകയുള്ളൂ. പിന്നെ കൂടുതൽ ടേസ്റ്റി ആയിട്ടും കിട്ടുകയുള്ളൂ. ഒരിക്കലും ലോ ഫാറ്റ് മിൽക്ക് എടുക്കാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം. കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരമാണ്. പക്ഷെ കണ്ടൻസ്ഡ് മിൽക്ക് നല്ല മധുരമാണെന്നറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇത് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു 2 ടേബിൾ സ്പൂണും കൂടി അധികം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലൊരു പാകത്തിനുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാലും പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവേ. അപ്പോൾ അത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം. ഫ്ലെയിം ഒരിക്കലും ഹൈ ആയിട്ട് ഇടരുത്. മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഈ ഒരു സമയത്തെല്ലാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ലോ ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം പാലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പാല് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടി നമുക്ക്. അതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കണേ ഫ്ലെയിമിൻ്റെ കാര്യം. 1-2 കാര്യങ്ങൾ ഇതുപോലത്തെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. ആ ഒരു രീതിയിലുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇതന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഗ്യാസിൽ ഇത് വെച്ചിട്ട് നമുക്കതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ഇതും മനസ്സിലുണ്ടായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിന് നിൽക്കാനേ പാടില്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴാണ് വീട്ടിൽ ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു ടൈമിൽ മാത്രം ഇത് ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പരിപാടി തുടങ്ങാം. എന്നിട്ട് ആ ഒരു ഇത് സെറ്റായി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അരികിന്ന് മാറാതെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് വരെ മാറാതെ നിൽക്കണം. കാരണം അത്രയ്ക്കൊരു ചെറിയൊരു ശ്രദ്ധ മതി നമുക്ക് പണി കിട്ടാൻ. പാലാണ് എന്നുള്ളത് എപ്പോൾ നമ്മൾ മൈൻഡിൽ വെക്കുക. പിന്നെ ഇപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മളെ കൺട്രോൾ തെറ്റാനേ പാടില്ല. ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ലോ ഇടയ്ക്ക് മീഡിയം ആക്കിയിട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പാൽപ്പൊടി ഇല്ലാതെ എങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക്. പാൽപ്പൊടി ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ ടേസ്റ്റ് തിരിയാൻ പറ്റും പാൽപ്പൊടി. പക്ഷേ പാൽപ്പൊടി ഉണ്ടായിട്ടും ചെയ്യുന്നൊരു കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കടയിൽ നിന്ന് വാങ്ങുന്നത് അതിനേക്കാളും ടേസ്റ്റ് തന്നെ ഞാൻ പറയും. കാരണം ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. ചിലവർ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കും, കാരണം ഒരു യെലോയിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കൂടുതലായിട്ട് വർദ്ധിച്ച് വരും ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അതൊന്നും ഇതിൽ ചേർക്കാതെ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയായി എന്നുള്ളൊരു കൺസിസ്റ്റൻസി മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 3 കപ്പ് പാൽ ഇതിലൊഴിച്ചില്ലേ, അപ്പോൾ ഏതാണ്ട് ഇത് സെറ്റായി റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ
വറ്റുന്ന ആ ഒരു ടൈമിൽ നേരെ പകുതിയായിരിക്കും നമുക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരുന്നു. നേരെ പകുതിയിൽ ഞാനൊരു കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റ് പറയുന്നില്ല, ഏതാണ്ട് ഒരു 1.5 കപ്പിൻ്റെ അടുത്തായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മളിത് വറ്റിച്ചെടുക്കണം, കുറുക്കിയെടുക്കണം. എങ്കിൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ലിക്വിഡ് ഫോമായിട്ട് കിട്ടുന്നേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം കണ്ടില്ല, അത്യാവശ്യം കുറുകി വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മളൊരിക്കലും കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടൈറ്റായിട്ടുള്ളൊരു ഫോമായിട്ട് എടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം പുറമേ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമല്ലോ, ആറാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് വീണ്ടും കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവും. അതുപോലെ തന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും ടൈറ്റ് ആവും. അപ്പോൾ ആ ഒരു സമയമൊക്കെ നമ്മൾ ഇത് ടൈറ്റായി വരും. അപ്പോൾ നമുക്ക് 1.5 മാസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ പിന്നീട് ഉപയോഗിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരിക്കലും നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇതെടുക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല കുറച്ചൊരു ലിക്വിഡായിട്ടുള്ള ഫോമിലായിരിക്കണം. നമ്മളിങ്ങനെ സ്പൂണിലൊന്നും എടുത്ത് മനസ്സിലാകും, ഒരു നൂല് പോലെ ആയി ലിക്വിഡായിട്ട് കാണാം. ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അത്യാവശ്യം കളറൊക്കെ കണ്ട ചെറുതായിട്ട് മാറി വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ബേക്കിംഗ് സോഡയൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. പക്ഷേ ഈ മിൽക്കിൻ്റെ ഗുണം പോലെ ആയിരിക്കും നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ യെലോയിഷ് കളർ കിട്ടാൻ. ഇപ്പോൾ ഇത് നല്ലൊരു യെലോയിഷ് കളർ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ, ചേർക്കുന്നുണ്ട് ചേർക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചേർക്കാതെ ഞാനിപ്പോൾ ഇതിൽ ചേർക്കാതെ എനിക്ക് ഈ ഒരു നല്ലൊരു കളറിലും നല്ലൊരു രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തിട്ടും പരീക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, അത് ചേർക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കണ്ട പാലിൻ്റെ അളവ് കുറഞ്ഞ് വരുന്ന കണ്ടില്ല, വറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് തിളച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്ന് ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ചേഞ്ച് ചെയ്യുക, ലോവും മീഡിയം ആക്കി ഇടയ്ക്കിടെ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇതുപോലെ തന്നെ പാല് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ സ്റ്റോറിങ് കാര്യങ്ങളും നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1.5 മാസത്തോളം നല്ല രീതിയിൽ കേടുകൂടാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു കുഴപ്പവും കൂടാതെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ ഒരു ബോട്ടിലോ എന്തിലെങ്കിലും സൂക്ഷിച്ച് വെക്കണം, നല്ല എയർ കിടക്കാത്ത രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടെ എടുക്കുന്ന സമയത്ത് ഇത് എടുത്തിട്ട് കോരുന്ന ആ സ്പൂണോ എന്താ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആ ഒരു സംഭവമൊക്കെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് നല്ല തുടച്ചിട്ട് വേണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1.5 മാസം ഒരു 1.5 മാസത്തോളം എന്തായാലും കേടുകൂടാതെ, ഞാനൊരു ചുരുങ്ങിയതാണ് പറയുന്ന, ഒരു 1.5 മാസത്തോളം കേടുകൂടാതെ നല്ല രീതിയിൽ കൈ കൊണ്ടൊന്നും തൊടാതെ സ്പൂണ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പൂണൊക്കെ വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറ്റി കുറുകി വരുന്നത് കണ്ടില്ലേ, കളറൊക്കെ മാറി വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി ഒന്ന് കുറുകി വറ്റിയ സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കുറച്ചും കൂടി ഒന്ന് വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത് കാണിച്ചു തരാം. തന്നെ ഈ ഇളക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ട് ഈ പാത്രത്തിൻ്റെ സൈഡിലോട്ടായിട്ട് പാല് ഒരിതായി നിൽക്കുന്നത്, ഈ ഒരു സമയത്ത് ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാന് പോലത്തെ ആണെങ്കിൽ നമുക്കിതൊന്ന് തുടച്ചെടുക്കാൻ സ്പൂണ് വെച്ചിട്ടൊന്ന് എടുക്കാൻ കഴിയുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്താണെന്ന് വെച്ചാൽ പാലിൻ്റെ നല്ല കൊഴുപ്പുകളാണ് ഈ സൈഡിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇളക്കിയിട്ട് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നല്ല യെലോയിഷ് കളറായിട്ടുണ്ട്. ഏതാണ്ട് കുറുകി കണ്ടില്ല, നല്ല പതഞ്ഞ് നിൽക്കുന്നതൊക്കെ പോയിട്ട് ചെറിയ രീതിയിൽ, ഇപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചത് കൊണ്ടാണ് ഈ ഒരു ഇതിലായിട്ട് കാണുന്നത്. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു യെലോയിഷ് കളറല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ, ഈ ഒരു ലിക്വിഡ് ഫോം ആകുമ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറുന്നവരെ ഒന്ന് പുറമേ വെച്ചിട്ട് പിന്നീട് ഒരു ബോട്ടിൽ നല്ല എയർ ടൈറ്റ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പം ഞാൻ ഈ മിൽക്ക് മെയ്ഡ് ചൂടൊക്കെ ആറി നല്ലൊരു എയർ ടൈറ്റ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്, കണ്ടില്ല, നല്ല കൺസിസ്റ്റൻസി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് അഥവാ ഈ ഒരു മിൽക്ക് മെയ്ഡ് ആക്കുന്ന ടൈമിൽ നല്ലതുപോലെ ടൈറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൊണ്ട് ടെൻഷനൊന്നും ആവണ്ട. കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ട്
ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്ത് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നല്ലതുപോലെ ടൈറ്റായി എന്ന് വെച്ചിട്ട് വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ ആവാനോ ഒന്നും പോകണ്ട. ഈ ഒരു രീതിയിൽ ചെയ്ത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.